അത് മെല്ലെ മെല്ലെ നമ്മുടെ എല്ലാ നാഡിയിലൂടെയും പ്രാണൻ സഞ്ചരിച്ച് കഴിയുമ്പോൾ വരാനിരിക്കുന്ന എല്ലാ രോഗങ്ങളും മാറും. ഭാവിയിൽ വരാനിരിക്കുന്ന എല്ലാ രോഗങ്ങളും മാറും. നമ്മളൊക്കെ ഇപ്പോൾ ശ്വാസം എടുത്ത് വിടുന്ന അറിയുന്നില്ല. ഒരു ജലദോഷം വരുമ്പോഴാണ് ശ്വാസം എടുക്കുന്ന അറിയുന്നത്. അതിനെ പ്രാണായാമം എന്ന് പറയാൻ പറ്റില്ല. മോഡേൺ ആളുകൾ പറയുന്നത് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എല്ലാ ശ്വാസോച്ഛ്വാസങ്ങളും പ്രാണായാമമായി മാറുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സുഷുപ്ന നാഡി എന്ന നാഡിയുണ്ട്. അപ്പോൾ ഇന്നെല്ലാവരും പറയുന്ന സുഷുപ്ന നാഡി വെച്ചാൽ ഈ സ്പൈനൽ കോഡാണ്. അതല്ല, സുഷുപ്ന നാഡിയെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. ശ്വാസഗതിക്കനുസരിച്ചല്ല പ്രാണൻ നടക്കുന്നത്, പ്രാണനനുസരിച്ചാണ് ശ്വാസഗതി നടക്കുന്നത്. പിന്നെ എല്ലാവരും പ്രാണായാമം എന്ന് പറഞ്ഞ് ചെയ്യുന്ന സാധനമല്ല, ബ്രീത്തിങ് എക്സസൈസ് ആണ്. ഒരു പരിധി വിട്ട് അത് കുറഞ്ഞു പോയാൽ നമുക്കൊരു ഹാലുസിനേഷൻ വരും. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ആ ഹാലുസിനേഷനെയാണ് യോഗാനുഭൂതി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. മനസ്സിലാവണം. അപ്പോൾ ആ ഹാലുസിനേഷൻ അല്ല യോഗാനുഭൂതി. യോഗാനുഭൂതി എന്ന് പറഞ്ഞാൽ ഹാലുസിനേഷൻ അല്ല. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് വിപിൻ ഗുരുക്കളാണ്. നമസ്തേ ചേട്ടാ. നമസ്തേ ചേട്ടാ. ഈ പ്രാണായാമം അല്ലെങ്കിൽ ശ്വാസഗതി ഒരുപാട് പേര് ചോദിക്കുന്നൊരു വിഷയമാണ്. എങ്ങനെയാണ് ഇതൊരു രഹസ്യവിദ്യയായിട്ട് മാറുന്നത്? നമ്മുടെ ശ്വാസം, എല്ലാവർക്കും ശ്വാസമുണ്ട്, പക്ഷെ അതൊരു രഹസ്യവിദ്യയായിട്ട് എങ്ങനെയാണ് മാറുന്നത് എന്നൊരു ചോദ്യചിഹ്നമാണ്. കാരണം പൂർവജന്മ ദോഷങ്ങളാണെങ്കിലും ഇപ്പോൾ നാഗദോഷങ്ങളാണെങ്കിലും ഇതെല്ലാം മാറ്റാൻ എല്ലാത്തിനും പ്രതിവിധി എന്ന് പറയുന്നത്, അപ്പോൾ യോഗികപരമായിട്ട് നിൽക്കുന്ന എല്ലാവരും പറയുന്നത് പ്രാണായാമം ചെയ്യാനാണ്, അല്ലെങ്കിൽ ധ്യാനം ചെയ്യാനാണ്, ശ്വാസഗതിയെ നിയന്ത്രിക്കാനാണ്. എങ്ങനെയാണ് ശ്വാസത്തെ ഒരു രഹസ്യവിദ്യയായിട്ട് മാറ്റുന്നത്? നമുക്കിതിനെ രണ്ടായിട്ട് തിരിക്കേണ്ടി വരും. പറഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ എടുക്കുന്നറിയില്ല. ശ്വാസഗതിയും പ്രാണായാമവും രണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു ശ്വാസഗതി ഉണ്ട്, ദേഷ്യപ്പെടുന്ന സമയത്ത് വേറെ ശ്വാസഗതിയാണ്, ഓടുന്ന സമയത്ത് വേറെ ശ്വാസഗതിയാണ്. അപ്പോൾ ശ്വാസഗതി മാറും. ശ്വാസഗതിക്കനുസരിച്ചല്ല പ്രാണൻ വർക്ക് ചെയ്യുന്നത്, പ്രാണനനുസരിച്ചാണ് ശ്വാസഗതി വർക്ക് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും പ്രാണായാമം എന്ന് പറഞ്ഞ് ചെയ്യുന്ന സാധനമല്ല, ബ്രീത്തിങ് എക്സസൈസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസ് വേറെയാണ്, പ്രാണായാമം വേറെയാണ്. രണ്ട് വ്യത്യാസമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ഇത്തരം മാറ്റം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ശ്വാസഗതിക്ക് അനുസരിച്ച് നമ്മുടെ ബ്രെയിനിൻ്റെ അകത്തുള്ള ഹോർമോൺസ് വ്യത്യാസം വരും. അതായത് ഇപ്പോൾ കപാലഭാതി ഒരു പരിധി വിട്ട് ചെയ്ത് കഴിയുമ്പോൾ ശിരസിൻ്റെ അകത്തു നിന്ന് അല്ലെങ്കിൽ ബോഡിക്കകത്തു നിന്ന് കാർബൺ ഡയോക്സൈഡ് അളവ് കുറയും. അപ്പോൾ ഒരു പരിധി വിട്ട് ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബൺ ഡയോക്സൈഡ് ആണ് ഈ രക്തക്കുഴലുകളെ വീർപ്പിച്ച് നിർത്തുന്നത്, അല്ലെങ്കിൽ രക്തക്കുഴൽ ചുരുങ്ങിപ്പോവും. അപ്പോൾ രക്തക്കുഴൽ കൃത്യമായ രീതിയിൽ ആ വലിപ്പത്തിൽ നിൽക്കണമെങ്കിൽ കാർബൺ ഡയോക്സൈഡ് കൂടി വേണം. അപ്പോൾ ഒരു പരിധി വിട്ട് അത് കുറഞ്ഞു പോയാൽ നമുക്കൊരു ഹാലുസിനേഷൻ വരും. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ആ ഹാലുസിനേഷനെയാണ് യോഗാനുഭൂതി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. മനസ്സിലാവണം. അപ്പോൾ ആ ഹാലുസിനേഷൻ അല്ല യോഗാനുഭൂതി. യോഗാനുഭൂതി എന്ന് പറഞ്ഞാൽ ഹാലുസിനേഷൻ അല്ല. അതായത് BP എപ്പോഴും കുറഞ്ഞു പോയിട്ടുണ്ടോ? ആ സമയത്ത് എന്താണ് അനുഭവം? നമുക്ക് ഒരു വിറയൽ വരും, പെട്ടെന്ന് നമ്മൾ തളർന്നു പോകും, ഒരു സുഖമായ ഒരു അവസ്ഥയിൽ മാറും. സുഖമായ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി തളർന്നു പോയിട്ടൊരു സ്വപ്നം പോലെ അവസ്ഥയിൽ മാറും, അല്ല, ഒരു ഹാലുസിനേഷൻ പോലത്തെ അവസ്ഥ വരും. ഈ അവസ്ഥ തന്നെയാണ് ഡീപ്പായിട്ട് നമ്മൾ ശ്വസനഗതി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കപാലഭാതി പോലുള്ള കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ്. അത് ബ്രെയിനിൻ്റെ ഒരു അൺകണ്ടീഷൻ, അതായത് ഒരു ഡാമേജ് എന്ന് പറയാൻ പറ്റില്ല, ബ്രെയിനിൻ്റെ അസ്വാഭാവികമായ അവസ്ഥയാണ്. സ്വാഭാവികമായ അവസ്ഥയല്ല, അസ്വാഭാവികമായ അവസ്ഥയാണ്. ഇതിന് യോഗയുടെ അനുഭൂതി എന്ന് പറയാൻ സാധിക്കില്ല. ഇങ്ങനെ കൃത്യമായി ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ആവും. അന്നത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം ഒരു പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, വടക്കുന്ന് വിളിച്ചേ. പുള്ളിയുടെ ആകെ ഡിസോർഡറാണ്. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു ഗുരുനാഥൻ്റെ ശിഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ കുറച്ച് ബ്രീത്തിങ് പാറ്റേൺസ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബ്രീത്തിങ് പാറ്റേൺസ് മാത്രമല്ല, കുടല് മറിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒരു ക്രിയ കൊണ്ട് മാത്രം പറ്റിയാണ്. കുടലിന് മൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പം നേരത്തെ ചോദിച്ച പോലെ നാഗങ്ങളായിട്ട് ബന്ധപ്പെടുത്തി പറയാറില്ല. ഈ ആയുർവേദ വിധി പ്രകാരം പറയുമ്പോൾ വൻകുടൽ വലിയ നാഗവും ചെറുകുടലുകൾ ചെറിയ നാഗമായിട്ട് പറയും. എന്നാൽ യോഗശാസ്ത്രത്തിൽ പറയുമ്പോൾ നാഡീവ്യവസ്ഥകൾ ആണ് നാഗമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം ശ്വാസഗതി കൊണ്ട്. ശ്വാസഗതിയിൽ തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള വിഷയം ഉണ്ടാവും, കുടൽ പിളഞ്ഞു പോകാം. അപ്പോൾ ഇദ്ദേഹത്തിന് പറ്റുന്ന വെച്ചാൽ ഒരു പ്രത്യേക രീതിയിൽ സിസ്റ്റമായിട്ട് അദ്ദേഹം കുറേ നാളുകൾ ശ്വാസഗതി ചെയ്ത് കഴിഞ്ഞപ്പോൾ
ബ്രെയിനിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന പൾസുകൾ കുറയുകയും കൂടുകയും ചെയ്തു. അപ്പോൾ ബ്രെയിനിൻ്റെ അകത്തുനിന്ന് വരുന്ന ഹോർമോൺസിൻ്റെ വ്യത്യാസം കൊണ്ട് അദ്ദേഹത്തിന് ഒരാളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. വയറ് കംപ്ലൈൻ്റ് ആയിരിക്കണം, കോൺസ്റ്റിപ്പേഷൻ വന്നേക്കണം. മോഡേൺ സയൻസിൽ ചെയ്യാവുന്ന ചികിത്സകളെല്ലാം ചെയ്തു. ചെക്ക് ചെയ്യുമ്പോൾ, ബോഡി ചെക്ക് ചെയ്യുമ്പോൾ ഹാർട്ടിന് ചെറിയ വ്യത്യാസം കാണിക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒരു പ്രശ്നം കാണിക്കുന്നില്ല. കുടലിൻ്റെ ചലനത്തിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട്, പക്ഷെ അതെന്തുകൊണ്ട് പറയാൻ പറ്റില്ല, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഒരു പ്രത്യേക രീതിയിലുള്ള ശ്വാസഗതി നമ്മൾ ഇന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ പറയും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ബ്രീത്തിങ്ങിനെയാണ് പ്രാണായം എന്ന് പറയും. നമ്മളൊക്കെ ഇപ്പോൾ ശ്വാസം എടുത്ത് വിടുന്ന അറിയുന്നില്ല. ഒരു ജലദോഷം വരുമ്പോഴാണ് ശ്വാസം എടുക്കുന്ന അറിയുന്നത്, അല്ലേ? അതൊന്നും വേണ്ട, മൂക്കിൻ്റെ അകത്തൊരു കുരു അല്ലെങ്കിൽ ഒരു മൂക്കിൻ്റെ ഒരു രോമം പോയാൽ മതി, അപ്പോൾ അറിയാൻ പറ്റും. അതിനെ പ്രാണായം എന്ന് പറയാൻ പറ്റില്ല. മോഡേൺ ആളുകൾ പറയുന്നത് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എല്ലാ ശ്വാസോച്ഛ്വാസങ്ങളും പ്രാണായാമമായി മാറുമെന്ന് പറയും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ശ്വാസം എടുക്കുന്നത് മിക്കപ്പോഴും നമുക്ക് പനി വരുമ്പോൾ, ജലദോഷം വരുമ്പോഴാണ്. അത് ശരീരത്തിൻ്റെ എന്നിട്ട് ആരോഗ്യമില്ലാത്ത അവസ്ഥയാണത്. അതിനെ പ്രാണായം എന്ന് പറയാൻ സാധിക്കില്ല, മനസ്സിലാവുന്നുണ്ടോ? പ്രാണായാമം എന്ന് പറഞ്ഞാൽ പ്രാണനെ ആയാമം ചെയ്യുന്ന അവസ്ഥ. പ്രാണനെ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു അംശം പ്രാണൻ ഉണ്ടെങ്കിൽ അതിനെ കൂട്ടി 2 അംശത്തിൽ മാറ്റുന്ന അവസ്ഥയാണ് പ്രാണായം എന്ന് പറയുക. പക്ഷേ ഈ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഈ പ്രാണനെ ഉപയോഗിച്ചുകൊണ്ടാണ് ശ്വാസോച്ഛ്വാസം ചെയ്യണത്. അപ്പോൾ പ്രാണൻ യൂട്ടിലൈസ് ചെയ്യാണ്. അപ്പോൾ ശരിക്കുള്ള പ്രാണായാമം എന്ന് പറഞ്ഞാൽ മൂക്കുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് വേണം പറയാം. അപ്പോൾ ഇനി പ്രാണായാമത്തിൽ വരാം. പ്രാണായാമമാണ് ചെയ്യുന്നതെങ്കിൽ നാഡീവ്യവസ്ഥ, 72,000 നാഡീവ്യവസ്ഥൻ്റെ ഒരാൾക്ക് ഇന്ന് നമ്മുടെ സാധാരണഗതിയിലുള്ള ആയുർവേദം മീൻസ് കളരിയിലുള്ള പറയും. എന്നാൽ സിദ്ധപരമ്പരയിലേക്ക് പോകുമ്പോൾ ചില സമ്പ്രദായം പറയും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സുഷുപ്ന നാഡി എന്ന നാഡിയുണ്ട്. അപ്പോൾ ഇന്നെല്ലാവരും പറയുന്ന സുഷുപ്ന നാഡി വെച്ചാൽ ഈ സ്പൈനൽ കോഡാണ്. അതല്ല, സുഷുപ്ന നാഡിയെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. ആ നാഡിയുടെ ഇരുവശത്തുമായി 2 നാഡികൾ പോകുന്നുണ്ടെന്നും ആ നാഡിക്ക് ഒരു നാഡിക്ക് 4448 നാഡികളുണ്ട്. ഒരു നാഡിക്ക് അങ്ങനെ വലത്ത് സൈഡിലുണ്ട്, ഇടത് സൈഡിലുണ്ട്. ഈ 4448 നാഡിയിൽ ഒരു നാഡി എടുത്താൽ ആ ഒരു നാഡിക്ക് 72,000 നാഡിയുണ്ട്. 72,000 നാഡി. ഈ 72,000 നാഡിയുടെ ഉള്ളിലാണ് പ്രാണനും വായു സഞ്ചരിക്കുന്നത്. നേരത്തെ പറഞ്ഞ 4448 നാഡിയിലൂടെ പ്രാണൻ മാത്രം സഞ്ചരിക്കുള്ളൂ, വായു സഞ്ചരിക്കില്ല. ഈ 72,000 നാഡിയുടെ ഉള്ളിലൂടെയാണ് പ്രാണനും വായു സഞ്ചരിക്കുക. അതുകൊണ്ടാണ് തൊടാൻ സാധിക്കുന്നത്, നാക്കുകൊണ്ട് ടേസ്റ്റ് അറിയാൻ സാധിക്കുന്നത്, സ്മെല്ല് ചെയ്യാൻ സാധിക്കുന്നത്, കണ്ണ് കാണാൻ സാധിക്കുന്നതൊക്കെ അതിൻ്റെ കഴിവുകൊണ്ടാണ്. അപ്പോൾ ശ്വാസം വർക്ക് ചെയ്യുന്നത് 72,000 വരെ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കണക്കുകളുണ്ട്. അപ്പോൾ പ്രാണനം ഉണ്ടാക്കണമെങ്കിൽ ഈ 4448 നാഡി വ്യവസ്ഥകൾ കൃത്യമായി വരുമ്പോൾ പ്രാണൻ്റെ അംശം കൂടും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കർമ്മത്തിന് ബന്ധനം പറയാറുണ്ട്. അതെ, മായയിലാണ്. മായയാണ്. പൂർവ്വജന്മം കൃതം പാപം എന്ന് പറയാം. പൂർവ്വജന്മത്തിലുള്ള എല്ലാ പാപങ്ങളാണ് ഈ ജന്മത്തിലെ വ്യാധിയായിട്ട് തന്നെ പറയാം. അതെ. ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ അല്ലെങ്കിൽ ഒരു തൊണ്ടവേദന അല്ലെങ്കിൽ ഒരു അസുഖം, ഹാർട്ട് ഡിസീസ് ആയിക്കോട്ടെ, ഈ ഡിസീസ് ഫിസിക്കൽ ബോഡിയിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇന്നർ ബോഡിയിൽ വന്നിട്ടുണ്ടോ? അതായത് ഓറ ബോഡിയിലോ അല്ലെങ്കിൽ എനർജി ബോഡിയിലോ എങ്ങനെയാണെന്ന് പറയാം വന്നിട്ടുണ്ടോ? അപ്പോൾ ആ ഭാഗത്തുള്ള നാഡി വ്യവസ്ഥ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, മനസ്സിലാക്കണം. ആ ഭാഗത്തുള്ള നാഡി വ്യവസ്ഥ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് പിൻകാലത്ത് ഇപ്പം 10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ആ ഭാഗത്ത് വേദന വരുന്നത്. അപ്പോൾ ഈ നാഡി വ്യവസ്ഥ കറക്റ്റ് ആവും എങ്ങനെ? പ്രാണായാമം ചെയ്യുമ്പോൾ ഈ 4448 നാഡി വ്യവസ്ഥകളും ഏറെക്കുറെ കറക്റ്റാവും. കളരി പറയുന്ന വെച്ചാൽ 72,000 നാഡി വ്യവസ്ഥയിൽ എല്ലാ മനുഷ്യരിലും എങ്ങനെയൊക്കെ ചെയ്ത മനുഷ്യനായാലും ഒരു നാഡി വ്യവസ്ഥ കംപ്ലൈൻ്റ് ആയിരിക്കും. ആ കംപ്ലൈൻ്റ് ആയ നാഡി വ്യവസ്ഥകളെ കറക്റ്റാക്കി എടുക്കലാണ് ഒരു ഗുരുവിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ ശരിയായ രീതിയിൽ പ്രാണായം ചെയ്യിപ്പിക്കുന്ന വ്യക്തിനെ ആണെങ്കിൽ ഈ ഇത് മാറും. അതായത് ആ നാഡിയിലൂടെ പ്രാണൻ ചലിച്ച് കഴിയുമ്പോൾ ഉണ്ടാകാനിരിക്കുന്ന അസുഖം മാറും. കേവലം ശ്വാസം എടുത്ത് വിട്ടതുകൊണ്ട് മാറില്ല. അതായത് കേവലം ശ്വാസം എടുത്ത് വിട്ടതുകൊണ്ട് മാത്രം അസുഖം മാറില്ല. പ്രാണായാമം ചെയ്യുമ്പോൾ ഒരു അങ്കുലമായി നിൽക്കുന്ന പ്രാണൻ്റെ അംശം 2 അങ്കുലമായി മാറുകയും അത് മെല്ലെ മെല്ലെ നമ്മുടെ എല്ലാ നാഡിയിലൂടെയും പ്രാണൻ സഞ്ചരിച്ച് കഴിയുമ്പോൾ
വരാനിരിക്കുന്ന എല്ലാ രോഗങ്ങളും മാറും. വരാനിരിക്കുന്ന എല്ലാ രോഗങ്ങളും മാറും. ഭാവിയിൽ വരാനിരിക്കുന്ന എല്ലാ രോഗങ്ങളും മാറും. ഈ കാർമിക ദോഷങ്ങളും മാറുന്നത് ഇതുകൊണ്ടാണ്. അതായത് ഈ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ബ്രീത്തിങ്ങിൻ്റെ ഒരു ഹാർമണി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്രീക്വൻസി മാറുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ദോഷങ്ങളും, അതായത് എല്ലാം ഫ്രീക്വൻസിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നാഗദോഷങ്ങളാണെങ്കിലും പൂർവ്വജന്മ ദോഷങ്ങളാണെങ്കിലും അത് പഴയ കാലത്ത് നിന്നൊരു ഫ്രീക്വൻസിയിൽ നമ്മളെ ചുറ്റി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ ഒരു ഫ്രീക്വൻസി മാറ്റുമ്പോൾ ഇത് രണ്ടും കൂടെ, അതായത് അതിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശേഷി നമ്മുടെ ഫ്രീക്വൻസിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിയാണോ? ശരിയാണ്. അതായത് ഇപ്പോൾ സൗണ്ട് ഹീലിംഗ് അല്ലെങ്കിൽ സ്മെൽ അരോമ തെറാപ്പി, ഇതിലൊക്കെ ഒരു പരിധി വരെ ചെയ്യാൻ സാധിക്കും. നമുക്ക് കാണാൻ പറ്റുന്ന റേഞ്ച് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ സൗണ്ടുകളുണ്ട്. അതായത് നമുക്ക് ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി ഉണ്ട്. 20 മുതൽ 20 അങ്ങനെ പറയുന്നുണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല, എന്ന് വെച്ചാൽ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിന് അപ്പുറത്തേക്കുള്ള സൗണ്ടുകൾ നമ്മുടെ ബോഡി ആഗിരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള ഹാർമണി കൊടുത്തു കഴിഞ്ഞാൽ മാറ്റം വരാൻ പറ്റും. പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ ശ്വാസങ്ങളിലല്ല. ശ്വാസങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ പൈസ, ഇപ്പോൾ ഈ മാസം ശമ്പളം 50,000 രൂപ കിട്ടെ, അത് ചിലവാക്കുന്ന 60,000 രൂപയാണെങ്കിൽ എന്ത് സംഭവിക്കുക? ഏറ്റവും കൂടുതൽ പ്രാണനെ ഉപയോഗിക്കുന്നത് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രാണനെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇന്നത്തെ യോഗാധ്യാപകർ, ഞാനടക്കമുള്ള യോഗാധ്യാപകർ പറയും ഈ ശ്വാസം എടുത്ത് വിടുന്നതാണ് പ്രാണായാമം പറയും. ഈ ശ്വാസം എടുത്ത് വിട്ടതുകൊണ്ട് കാര്യമില്ല. പ്രാണനെ ഉണർത്തിയെടുക്കാൻ, കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിയകൾ നാഡീവ്യവസ്ഥകൾ ചെയ്യുമ്പോഴാണ് പ്രാണായാമമായി മാറുന്നത്. അങ്ങനെ കൃത്യമായ രീതിയിൽ പ്രാണായാമം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന സർവത്ര ദോഷം ഇല്ലാണ്ടാവും. പ്രത്യേകിച്ച് നാഗദോഷം. യോഗശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ നാഡീവ്യവസ്ഥകൾ, പ്രധാന നാഡികളിലും ദേവഗണത്തിലുള്ള ദേവഗണത്തിലുള്ള സർപ്പങ്ങളും നാഗങ്ങളും ഈ ചെറിയ ചെറിയ ഇതുണ്ട്, അതൊക്കെ അധോലോകത്തുള്ള നാഗം എന്ന് പറയാം. നമുക്ക് 7 ലോകങ്ങളുണ്ട്. ശരിക്കും 14 ലോകങ്ങളുണ്ട്. താഴത്ത് കാണുന്ന കുറേ ലോകങ്ങളുണ്ട്. അത് പ്രധാനപ്പെട്ട 7 ലോകങ്ങളാണ്. അതലം, വിതലം, നിതലം, സുതലം, തലാതലം, മഹാതലം എന്നുണ്ട് 7 പാതാളത്തിൽ കാണുന്ന 7 ലോകങ്ങളാണ്. ഇതെല്ലാം വേറെ ലോകങ്ങളുണ്ട്. പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിന് മുകളിലേക്കുള്ള ഭൂലോകം, ഭൂർലോകം, മർത്യലോകം, അങ്ങനെ കുറേ ലോകങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഈ ലോകത്തൊക്കെ നാഗങ്ങളുണ്ട്. ഈ 14 ലോകത്തും നാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ദേവഗണത്തിലുള്ള നാഗങ്ങളാണ് ശരിക്കും ഊർജ്ജമായിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ കുണ്ടലിനി ശക്തി വളർത്താൻ സഹായിക്കുന്ന സാധനങ്ങൾ. എന്നാൽ അതിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതാണ് അധോലോകത്തുള്ള നാഗങ്ങൾ. രണ്ടും വേണം. അപ്പോൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നത് ശ്വാസമല്ല, ഇതിലൂടെ കടന്നു പോകുന്നത് പ്രാണനാണ്.